ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബദ്ദിനം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ആഗോള സൗന്ദര്യ അഡ്വൻറ്റിസ്റ്റ് സഭ വിമൻസ് എംഫസിസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്നതായ ആലയത്തിലെ ശുശ്രൂഷകളെല്ലാം തന്നെ സ്ത്രീകളായിരിക്കും ചെയ്യുന്നത്. ഇന്നത്തെ പ്രസംഗം നമുക്കായിട്ട് തയ്യാറാക്കി തന്നിരിക്കുന്നത് ഈഡിത്ത് റൂയിസ് എസ്പാനിയോസ. പ്രസംഗ വിഷയം ദൈവം നിന്നെ കാണുന്നു. പ്രധാന വാക്യം: അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേലിരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉള്ളതായ അറിവ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നതും. നമ്മോട് ആരെങ്കിലും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും ആവശ്യമായി വരുന്നതായ ഇന്ദ്രിയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എല്ലാവരും തന്നെ പറഞ്ഞേക്കാം എല്ലാ ഇന്ദ്രിയങ്ങളും നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്ന്. എന്നാൽ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ച് ഏറ്റവും പ്രയോജനം ഉള്ളതായ ഇന്ദ്രിയം ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണ് തന്നെയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. നമ്മിൽ പതിയുന്ന ധാരണകളുടെ 80% നമ്മുടെ ഉള്ളിൽ എത്തുന്നത് നാം കാണുന്നതായ കാഴ്ചകളിലൂടെയാണ്. മറ്റുള്ള ഏത് ഇന്ദ്രിയവും പ്രവർത്തനരഹിതമായാലും നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് കണ്ണ് തന്നെയാണ്. ഈ കണ്ണുകൊണ്ട് നാം കാണേണ്ടതെല്ലാം കാണുന്നുണ്ടോ? ജീവിതത്തിൽ വളരെ തിരക്കുള്ളതിനാൽ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം കാണുകയും ഏറ്റവും അത്യാവശ്യമായവയിലേക്ക് നമ്മുടെ ശ്രദ്ധ ചുരുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എത്ര കാര്യമാണ് നാം കാണാതെയും ശ്രദ്ധ കൊടുക്കാതെയും മാറ്റി നിർത്തിയിരിക്കുന്നത്. എത്ര കാര്യങ്ങൾ കാണുവാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിലെ തിരക്കിനൊത്തോണം നാം ഇങ്ങനെ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാഴ്ചയിൽ പല കാര്യങ്ങളും പരിമിതപ്പെടുത്തുകയാണ് ചെയ്തുകൊള്ളുന്നത്. എന്തേറെ കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ധാരാളം പ്രയാസ ഘട്ടങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. മൂല്യങ്ങളുടെ കുറവ്, മറ്റ് ആളുകളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ളതായ വൈമുഖ്യം, ലോകത്തോടുള്ള സ്നേഹം ആദ്യമായവ നമ്മുടെ കാഴ്ചയിലൂടെ നമുക്ക് ലഭിക്കുന്ന ധാരാളം പ്രതിസന്ധികളിൽ ആയിരിക്കുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾ കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്നു. പലവിധമായിരിക്കുന്ന പ്രതിസന്ധികൾ ഓരോ ദിവസവും നാം നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുവാനായിട്ടുള്ളതായ ശ്രമത്തിൽ നാം പലപ്പോഴും കാണേണ്ടതായ കാര്യങ്ങൾ കാണുവാൻ കഴിയാതെ അവയൊക്കെയും അദൃശ്യമായിട്ട് ഇങ്ങനെ തുടരുന്നു. മൂല്യങ്ങളുടെ കുറവ്, മറ്റ് ആളുകളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള വൈമുഖ്യം, ലോകത്തോടുള്ള സ്നേഹം ആദ്യമായവ നമ്മുടെ കാഴ്ചയിലൂടെ നമുക്ക് ലഭിക്കുന്ന ധാരണകളെ മറയ്ക്കുന്നു. അത് മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് പ്രതിസന്ധി ആയിരിക്കുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾ കാണാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്നു. നമ്മുടെ പ്രതിസന്ധിയിലും വേദനയിലും സ്ത്രീജനം ജീവിതത്തിൽ മുന്നേറുവാനായി എല്ലാ ദിവസവും വളരെയധികം കഷ്ടപ്പെടുന്നു. ലോക ആരോഗ്യ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്തിൽ വിശപ്പിനാൽ വലിയുന്ന ജനങ്ങളിൽ 3.2% പുരുഷന്മാരും 5.8% സ്ത്രീകളും വിഷാദരോഗവും നിരാശയും ബാധിച്ചവരാണ്. ആരും തങ്ങളെ സ്നേഹിക്കുകയോ തങ്ങളെ കരുതുകയോ ചെയ്യുന്നില്ല എന്ന വേദന മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്താണ് കാണുക എന്നുള്ളതിൻ്റെ അർത്ഥം? കാണുക എന്നാൽ ഇവിടെ 3 തരത്തിലുള്ളതായ കാഴ്ചപ്പാടിനെക്കുറിച്ചാണ് പറയുന്നത്. കാണുക എന്നാൽ കാഴ്ചയിലൂടെ മനസ്സിലാക്കുക. ഇതിനെ പറയുന്നത് ശാരീരികമെന്ന് പറയുന്നു. അടുത്തത് കാണുക എന്നാൽ തോന്നലുകളിലൂടെ മനസ്സിലാക്കുക. ഇതിന് അവബോധം എന്ന് പറയുന്നു. മൂന്നാമത്തേത് ബുദ്ധിപൂർവവും ശ്രദ്ധയോടും കൂടി മനസ്സിലാക്കുന്നതിന് വൈജ്ഞാനികം എന്ന് പറയുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നു. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നീ വിലപ്പെട്ടവളാണ്. നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നമ്മുടെ ശാരീരിക അവസ്ഥ ദൈവം കാണുന്നു.
തിരിച്ചറിയുകയും ചെയ്യുന്നു. നമ്മുടെ വികാരങ്ങൾ അവൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആവശ്യം എന്താണെന്ന് അവൻ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ദൈവം അവരുടെ ആവശ്യങ്ങളെ കണ്ട 3 വേദപുസ്തക സ്ത്രീകളെപ്പറ്റി ഇന്ന് നാം ചിന്തിക്കുന്നതായിരിക്കും. ഒന്നാമതായിട്ട്, നിൻ്റെ മരുഭൂമിയിൽ ദൈവം നിന്നെ കാണുന്നു. മനസ്സിൽ പതിയുന്ന പ്രകൃതിയുടെ വിശേഷപ്പെട്ട മുഖലക്ഷണമാണ് മരുഭൂമികൾ. ലോകത്തിൽ അനേകം മരുഭൂമികളുണ്ട്. എന്നാൽ തെക്കേ അമേരിക്കയിലുള്ള അറ്റക്കാമ മരുഭൂമി ഏറ്റവും വരണ്ട മരുഭൂമിയായി കാണപ്പെടുന്നു. അതൊരു വരണ്ട മരുഭൂമിയാണ്. 1000 മുതൽ 1600 മൈൽ നീളം കിടക്കുന്ന ഭൂപ്രദേശം. മിക്ക ജീവികൾക്കും സസ്യങ്ങൾക്കും അവിടെ ജീവിക്കുക സാധ്യമല്ല. നമുക്ക് ഹാഗറിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. എല്ലാവർക്കും ഹാഗർ ആരാണെന്ന് അറിയാമല്ലോ. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നതായ അബ്രഹാമിൻ്റെ ഭാര്യ സാറായിയുടെ ദാസിയാണ് ഹാഗർ. ഹാഗർ ഒരു അന്യ ദേശക്കാരിയായിരുന്നു. മിസ്രൈമ്യ സ്ത്രീയായിരുന്നു ഹാഗർ. അവളുടെ ജീവിതം സാറായോടും അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒന്നായിരുന്നു. എന്നാൽ ഒരു ഘട്ടം വന്നപ്പോഴേക്കും അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം സാറായുടെ മനസ്സിൽ എപ്പോഴും കടന്നുകൂടി. ഉൽപ്പത്തി 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ അബ്രഹാമിനോട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും എന്ന് പറയുന്നു. അതിനുശേഷം അനേക വർഷങ്ങൾ കടന്നുപോയെങ്കിലും അബ്രഹാമിന് മക്കളില്ലാതെ ഇരിക്കുകയായിരുന്നു. സാറായി മച്ചിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അബ്രഹാമിൻ്റെ ഭാര്യ സാറായി അബ്രഹാമിനോട് പറയുന്നു: ഞാൻ പ്രസവിക്കാതിരിപ്പാൻ ദൈവം എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു. എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും ഒരു പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ജനിക്കും എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യ ദാസിയായ ഹാഗറിന് തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അങ്ങനെ അവൾ ഗർഭം ധരിച്ചു. എന്നാൽ അവൾ ഗർഭിണിയെന്ന് അറിഞ്ഞ നാൾ മുതൽ സാറായി അല്ലെങ്കിൽ അവളുടെ യജമാനത്തി അവൾക്ക് ഒരു നിന്ദയായി തീർന്നു. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് കാരണം നീയാകുന്നു. ഞാൻ എൻ്റെ ദാസിയെ നിനക്ക് ഭാര്യയായി തന്നുവല്ലോ. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞത് മുതൽ ഞാൻ അവളുടെ മുൻപിൽ നിന്ദയായി തീർന്നിരിക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ അവളോട് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ സാറ അവളോട് വളരെ കാഠിന്യത്തോടെ പെരുമാറുവാൻ തുടങ്ങി. അങ്ങനെ സാറയുടെ പെരുമാറ്റം സഹിക്കവയ്യാതെ ഹാഗർ തൻ്റെ യജമാനത്തിയുടെ ഭവനം വിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ അവൾ പോകുന്നത് ഒരു മരുഭൂമിയിലൂടെയാണ്. അവൾ വളരെയധികം ദുഃഖിതയായിരുന്നു. തനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല, തൻ്റെ വിഷമം പറയുവാൻ ആരുമില്ല, തന്നെ അറിയുന്ന ആരുമില്ലല്ലോ എന്ന ചിന്തയോടുകൂടി വളരെയധികം ദുഃഖഭാരത്തോടുകൂടി അവൾ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ദൈവം അവളെ കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ അവളോട് സംസാരിച്ചു: ഹാഗറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ യജമാനത്തിയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ പിന്നെയും ഹാഗറിനോട് പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് നീ അവനെ ഇസ്മായേൽ എന്ന് വിളിക്കണം. യഹോവയുടെ ദൂതൻ തുടർന്ന് പറഞ്ഞത്, അവൻ കഴുതയെപ്പോലെ ഉള്ള മനുഷ്യൻ ആയിരിക്കും. എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ഹാഗർ അബ്രഹാമിന് മകനെ പ്രസവിച്ചപ്പോൾ
അബ്രഹാമിന് 80 വയസ്സ് ആയിരുന്നു. ബൈബിളിൽ ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമ്മെ കാണുന്ന ദൈവത്തെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. ഹാഗർ വളരെ ദുഃഖത്തിലും കഷ്ടത്തിലും ആയിരുന്നപ്പോൾ ആശ്രയിപ്പാൻ ആരുമില്ലാതെ അവൾ തൻ്റെ യജമാനത്തിയുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ രക്ഷയ്ക്കായി പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് അവൾ മനസ്സിലാക്കിയത് തന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ട് എന്നാണ്. വീണ്ടും 17-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് അബ്രഹാമിന് 99 വയസ്സായി. നീ എൻ്റെ മുൻപിൽ നിഷ്കളങ്കനായി നടക്ക എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം അടുത്ത വാഗ്ദത്തം കൊടുക്കുകയാണ്. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തത്, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കും. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൻ്റെ 15 മുതൽ ഇപ്രകാരം വായിക്കുന്നു. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്നരുളി ചെയ്തു. അങ്ങനെ നമ്മെ കാണുന്ന ഒരു ദൈവം, നാം ആരാകുന്നു എന്ന് അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് ഈ ഹാഗറിൻ്റെതായ ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. വീണ്ടും 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും അബ്രഹാമിനെയും സാറായെയും കാണുന്ന ദൈവത്തെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നു. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാര വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാര വാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ്, യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ, അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ എന്ന് പറഞ്ഞ് ആ പുരുഷന്മാരെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ച് അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ പോകാറായപ്പോൾ അവർ അവനോട്, നിൻ്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിൻ്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ്റെ വാക്കുകൾ അബ്രഹാമിനോ സാറായിക്കോ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന മുറ നിന്നു പോയിരുന്നു. ദൂതൻ പറഞ്ഞതായ വാക്കുകൾ കേട്ട് സാറ ഉള്ളിൽ ചിരിച്ചു. വൃദ്ധയായ ഞാൻ പ്രസവിക്കും എന്ന് പറയുന്നത് വാസ്തവമോ? സാറ ഇത് കേട്ട് ചിരിക്കുന്നത് എന്തിന്? യഹോവയാൽ അസാധ്യമായിരിക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് അബ്രഹാമിനോട് ആ ദൂതൻ ചോദിക്കുന്നു. പിറ്റേ വർഷം അതേ സമയമായപ്പോൾ സാറായി ഒരു മകനെ പ്രസവിച്ചു. അവന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു. അബ്രഹാം ഒരു വലിയ വിരുന്നൊരുക്കി. മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടപ്പോൾ അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകനായ ഇസഹാക്കിനോട് കൂടെ അവകാശി ആകരുത് എന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം അബ്രഹാമിന് ഈ കാര്യം അനിഷ്ടമായി തോന്നി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറായി നിന്നോട് പറഞ്ഞതുപോലെയൊക്കെയും നീ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. ഇസഹാക്കിൽ നിന്ന് ഉള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അങ്ങനെ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് അവളെ അയച്ചു. അവൾ പുറപ്പെട്ട് ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ആ വെള്ളവും അപ്പവും ഒക്കെ തീർന്നതിന് ശേഷം മരുഭൂമിയിലെങ്ങും അവൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാതെ ആയി. അവൾ ദാഹിച്ചു വളഞ്ഞു. അവൾ അതിഭയങ്കരമായിട്ടുള്ളതായ വിശപ്പും അനുഭവപ്പെട്ടു.
കുഞ്ഞിന് കുടിക്കാൻ വെള്ളമില്ല, കുഞ്ഞ് മരിച്ചു പോവല്ലോ എന്ന അതിദുഃഖത്താൽ അവൾ ആ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടു. അവൾ അങ്ങ് അകലേക്ക് മാറിപ്പോയി. തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണുവാൻ അവൾക്ക് വഹിയായിരുന്നു. അവൾ ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ കരച്ചിൽ കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ഹാഗറിൻ്റെ കരച്ചിൽ കേട്ട് അവളെ വിളിച്ചു. ഹാഗറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അപ്പോൾ അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. ഈ വേദഭാഗത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നാം ഏതവസ്ഥയിലായിരുന്നാലും നമ്മെ കാണുന്ന ദൈവം. ചിലപ്പോഴൊക്കെ നാം നേരിടേണ്ടി വരുന്നതായ പ്രതിസന്ധികൾ മറികടക്കാൻ നമുക്ക് അസാധ്യമായി തോന്നിയേക്കാം. അപ്പോഴൊക്കെയും നമ്മൾ ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നേറുമ്പോൾ ദൈവം നമ്മെ ആ പ്രതിസന്ധികളെയൊക്കെ ധീരമായി തരണം ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കും. അതെ, ദൈവം മരുഭൂമിയിൽ അമ്മയുടെയും കുട്ടിയുടെയും കരച്ചിൽ കേട്ടു. അവരെ കണ്ടു, അവരെ അറിഞ്ഞു. ഇന്ന് നാം കാണുന്നതായ ഇസ്മായേലിൻ്റെ സന്തതികൾ ദൈവം തൻ്റെ വാഗ്ദത്തം നിവൃത്തിയാക്കിയതിൻ്റെ തെളിവാണ്. നീ ഏറ്റവും സ്നേഹിക്കുന്നത് നഷ്ടമാകുമ്പോൾ, നിന്നെ സ്നേഹിക്കുന്നവർ അകന്നു പോകുമ്പോൾ, മുൻപോട്ട് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മെ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ ശക്തീകരിക്കുന്നു, നമുക്ക് പ്രത്യാശ നൽകുന്നു, തൻ്റെ വാഗ്ദത്തങ്ങളാൽ നമ്മെ മുൻപോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാം. അബ്രഹാമിനെ അറിഞ്ഞ ദൈവം, സാറായിയെ അറിഞ്ഞ ദൈവം, ഹാഗറിനെ അറിഞ്ഞ ദൈവം നമ്മോടുകൂടെ ഇന്നും ഉണ്ട്. എല്ലാവരും നമ്മെ ഉപേക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ ചാരയുണ്ട്. അവൻ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് എബ്രായരുടെ ലേഖനം 13:5 പറയുന്നു. ദൈവം ഹാഗറിൻ്റെ ശക്തിയായിരുന്നു. ദൈവം ഹാഗറിന് വെളിച്ചമായിരുന്നു. തൻ്റെ കൈകളിൽ അവൻ അവളെ വഹിച്ചു. കാണുന്ന ദൈവം അവനാണ്. ഹാഗർ ആദ്യം മരുഭൂമിയിൽ നീരുറവയുടെ അരികിൽ അവളെ കണ്ടു. മാത്രമല്ല, നീരുറവ കാണേണ്ടതിന് ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു. ഇതുപോലെ നമ്മുടെ അനുഭവത്തിൽ ഭയപ്പെടേണ്ട, ദൈവം നമ്മെയും കാണുന്നു. നമുക്കുള്ള വാഗ്ദാനം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് സങ്കീർത്തനം 46:1 രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായി, നിൻ്റെ വേദനയിൽ ദൈവം നിന്നെ കാണുന്നു. ചില പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നമ്മൾ വളരെയധികം ദുഃഖിതരായിത്തീരും. കഠിനമായ ദുഃഖം അനുഭവിക്കുമ്പോൾ, ഇവിടെ വേദന എന്നാൽ അസുഖകരമായ, പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന ശാരീരികവും വൈകാരികവുമായ ഒരു അനുഭവമാണ്. ഇത്തരത്തിലുള്ളതായ വേദന അനുഭവിക്കാത്ത ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ സന്തോഷവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണ്. വേദനകൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിക്കേണ്ട ഒരു പ്രത്യാശയോടുകൂടി നാം ഓരോരുത്തരും ജീവിക്കണം. 2 ശമൂവേൽ 21:10-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, റിസ്പ എന്ന പേരോട് കൂടിയ ഒരു സ്ത്രീ അതിഭയങ്കരമായ വേദന സഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൾ ശൗൽ രാജാവിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവളുടെ 2 പുത്രന്മാരും ശൗൽ രാജാവിൻ്റെ പുത്രന്മാരായിരുന്നു. ശൗൽ രാജാവിൻ്റെ പഴയകാല പ്രവൃത്തികളുടെ ഫലമായി അവർ ആക്കപ്പെട്ടു. ഒരു മാതാവോ പിതാവോ തങ്ങളുടെ മക്കൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെടുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾ ഈ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമ്പത്താണ്. കുട്ടികൾ വളരുകയും കഴിവുകൾ വർദ്ധിക്കുകയും കുടുംബജീവിതം ആരംഭിക്കുകയും മക്കൾ മാതാപിതാക്കളുടെ ശവസംസ്കാരം നടത്തുകയും ചെയ്യുന്നത് കാണാൻ
ഓരോ മാതാപിതാവും ആഗ്രഹിക്കുന്നു. തങ്ങളുടെ മക്കളുടെ മരണം കാണുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. 2 ശമൂവേൽ 21 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദാവീദിൻ്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവൻ്റെ ഗൃഹം നിമിത്തവും എന്ന് യഹോവ അരുളിച്ചെയ്തു. അപ്പോൾ രാജാവ് ഗിബെയോന്യരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. ഗിബെയോന്യർ അവനോട്, ശൗലിനോടും അവൻ്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ഒരുത്തിനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല. ദാവീദ് അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവൻ്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിക്കണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃതനായ ഗിബെയായിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്നുത്തരം പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിൻ്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫിബോശേത്തിനെ ഒഴിച്ചു. അയ്യാവിൻ്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരെയും ശൗലിൻ്റെ മകളായ മേരബ് മെഹോലാത്യൻ ബർസില്ലായിയുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബെയോന്യരെ ഏൽപ്പിച്ചു. അവർ അവരെ യഹോവയുടെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്ത് കാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളായിരുന്നു അത്. അയ്യാവിൻ്റെ മകളായ റിസ്പ ചാക്കുശീലയെടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ ആകാശത്തു നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു. അയ്യാവിൻ്റെ മകളായ റിസ്പ ചെയ്തതൊക്കെയും ദാവീദ് രാജാവ് കേട്ടു. ദാവീദ് ചെന്ന് ഫെലിസ്ത്യർ ഗിൽബോവയിൽ വെച്ച് ശൗലിനെ കൊന്ന നാളിൽ ബേത്ത്ശാൻ നഗരവീഥിയിൽ ഫെലിസ്ത്യർ തൂക്കിക്കളയുകയും ഗിലെയാദിനെ യാബേഷ് പൗരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്ന് എടുത്തു. തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും അവർ പെറുക്കിയെടുത്തു. ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവൻ്റെ അപ്പനായ കീശിൻ്റെ കല്ലറ അടക്കം ചെയ്തു. ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ഏത് കഠിനമായ പ്രതിസന്ധിയിലായിരുന്നാലും നമുക്ക് താങ്ങാൻ കഴിയാത്ത വേദനയിലിരിക്കുമ്പോഴും ദൈവം നമ്മെ കാണുന്നു എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഈ വേദഭാഗങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ മഴ ആ ദേശത്ത് പെയ്ത സമയം വരെയും തൻ്റെ മക്കളുടേതായ ജഡങ്ങൾ തൂങ്ങിക്കിടന്നതായ പ്രദേശത്ത് റെട്ട് വിരിച്ച് അവളുടെ ദുഃഖവും തൻ്റെ മക്കളോടുള്ള സ്നേഹവും പ്രദർശിപ്പിക്കുകയുണ്ടായി. പകൽ ആകാശത്തിലെ പക്ഷികളും രാത്രിയിൽ കാട്ടുമൃഗങ്ങളും അവയെ തൊടാതിരിപ്പാൻ അവൾ അവിടെ കാവലിരുന്നു. എത്ര രാവും എത്ര പകലും കടും ചൂടിലും തണുപ്പിലും ഇരുട്ടിലും അവൾ തൻ്റെ മക്കൾക്ക് കാവലിരുന്നു. റിസ്പായുടെ വേദനയിലെന്ന പോലെ ദൈവം നമ്മോടൊപ്പവും ഉണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എല്ലാവിധമായ ദുഃഖത്തിലും ദൈവം നമ്മുടെ സമീപയുണ്ട്. അവൻ നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നു. ദൈവം റിസ്പായെ കണ്ടു. ദൈവം അവളുടെ ശക്തിയായിരുന്നു. ദൈവം അവളുടെ വെളിച്ചമായിരുന്നു. തൻ്റെ കൈകളിൽ ദൈവം അവളെ വഹിച്ചു. കാണുന്ന ദൈവമാണവൻ. അവളുടെ പ്രയാസങ്ങളിലൂടെ ദൈവം അവളെ വഹിച്ചു, അവളെ പുനഃസ്ഥാപിച്ചു. എന്തുകൊണ്ടെന്നാൽ വളരെ നാളുകൾ മഴയില്ലാതെയിരുന്നു. വരണ്ടുണങ്ങിയ നിലത്തിൽ ദൈവം വെള്ളം നിറച്ചു. ദാവീദ് രാജാവ് അവരുടെ പിതാമഹൻ
ശൗലിൻ്റെ അപ്പനായ കീഷിൻ്റെ കല്ലറയിൽ അവയെ അടക്കം ചെയ്തു. ഇവിടെ ദൈവത്തിന് നമ്മോടുള്ള വാഗ്ദത്തം എന്താണ്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. മൂന്നാമതായി, ലജ്ജയിൽ ദൈവം നമ്മെ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ നാം ലജ്ജിതരായി തീരേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഏറ്റവും അപമാനകരമായ തോൽവി അനുഭവിച്ച ബ്രസീൽ ആ രാത്രിയിൽ അനുഭവിച്ചതുപോലെ ആ ദേശം മുഴുവനും ലജ്ജിതരായി. 2011 വേൾഡ് കപ്പ് ഫൈനലിൽ 7-1 ഗോളിന് ബ്രസീൽ ജർമ്മനിയോട് പരാജയപ്പെട്ടു. എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരാജയമല്ല. താൻ തെറ്റുകാരനാണെന്നും സ്വീകരിക്കപ്പെടാനും അവകാശപ്പെടാനും അർഹതയില്ലാത്തവനാണ് എന്ന കഠിനവേദനയിൽ ഉളവാകുന്ന തോന്നലിനെയാണ് നാം ലജ്ജ എന്ന് പറയുന്നത്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറയപ്പെടുന്നതായ സ്ത്രീ വളരെയധികം ലജ്ജിതയായിരുന്നതിനാൽ അവളുടെ പേര് പോലും ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വ്യഭിചാരിണിയായ സ്ത്രീ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. നിന്ദയോടും വിമർശനത്തോടും അവളെ നോക്കുന്ന അനേകരെ അഭിമുഖീകരിക്കേണ്ട ഗതികേട് അവൾക്കുണ്ടായിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട അവൾ വളരെയധികം ലജ്ജിതയായിരുന്നു. അതിൽ അതിശയിക്കാനൊന്നുമില്ല. അന്ന് രാവിലെ പരീശന്മാർ അവളെ കിടക്കയിൽ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് ഒന്ന് സങ്കല്പിക്കുക. ഒരുപക്ഷെ അവളുടെ നഗ്നത മറയ്ക്കുവാനുള്ളതായ ഒരവസരം പോലും അവൾക്ക് ലഭിച്ചു കാണുകയില്ല. അവൾ അത്രമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജാഭാരത്തോടെ ആണ് അവളെ കൊണ്ടു നടന്നത്. അനേകരവർ അവളെ കാണുകയുണ്ടായി. അവൾക്ക് മുഖം നേരെ നോക്കാൻ പറ്റാത്ത അവസ്ഥ പോലുമായിരുന്നു അവളുടേതായ ആ സമയം. തെരുവിലൂടെ ദേവാലയം വരെ അവളെ വലിച്ച് ഇഴച്ചു കൊണ്ടിരുന്നതായ ഒരവസ്ഥ എത്ര ഭയാനകമായിരിക്കാം. എത്ര പേർ അവളെ ആ ഒരു വേഷത്തിൽ കണ്ടിരിക്കും. ചിലർ റോഡരികിൽ നിന്നും, ചിലർ വീട്ടുമുറ്റത്തു നിന്നും, ചിലർ ജനാലകളിലൂടെയും അവളെ നോക്കിയിട്ടുണ്ടാവാം. തീർച്ചയായും അവളുടെ ലജ്ജ മറയ്ക്കുവാൻ അവൾക്കൊരു തുണി ആവശ്യമായിരുന്നു. ആരും അവളെ സഹായിച്ചില്ല. നാം മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടുമ്പോഴും നമ്മുടെ പ്രവൃത്തികളാൽ നാം തെറ്റായ ജീവിത രീതിയാലും നാം പിടിക്കപ്പെടുമ്പോഴും ശിക്ഷാവിധിക്കായി കാത്തിരിക്കുമ്പോൾ ഒന്നിനും അർഹതയില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ ശാരീരിക കുറവുകൾ ഇപ്രകാരമുള്ളതായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യാശ നശിച്ചവരായിട്ട് ഒരുപക്ഷെ ആത്മഹത്യ പോലും ചെയ്യണം എന്ന ഒരു ചിന്ത നമ്മളെ അലട്ടുവാൻ തുടങ്ങും. പരീശന്മാർ ഈ സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ട് യേശുവിൻ്റെ അരികെ കൊണ്ടുവന്നു. ഇവളെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്ന് അവർ യേശുവിനോട് ചോദിച്ചു. അവൻ ഉത്തരമൊന്നും പറയാതെ നിലത്തിരുന്ന് എഴുതുവാൻ തുടങ്ങി. അവസാനം യേശു എഴുന്നേറ്റപ്പോൾ ആ സ്ത്രീയെ അല്ലാതെ മറ്റാരെയും കാണുവാൻ കഴിഞ്ഞില്ല. യേശു അവളെ നോക്കി. ലജ്ജ, നാണക്കേട് അവളെ കൊല്ലുകയായിരുന്നു. അവളുടെ ആവശ്യം മനസ്സിലാക്കിയ യേശു അവളുടെ ലജ്ജ മറച്ചു. യേശു അവളുടെ കുറ്റം ക്ഷമിച്ചു. ആർദ്രതയോടെ യേശു അവളെ നോക്കി. പരിമിതികളില്ലാത്ത സ്നേഹത്തോടെ യേശു അവളെ സ്നേഹിച്ചു. 1 പത്രോസ് 4:8 ഇപ്രകാരം വായിക്കുന്നു: സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ലജ്ജയുടെ ഭാരം ചുമക്കുന്നത് മതിയാക്കുക. യേശു നമ്മുടെ പാപവും ലജ്ജയുമൊക്കെയും മുൻപേ തന്നെ വഹിച്ചിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും യേശു തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യെശയ്യാവ് 53:4-5 വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വ്യഭിചാരിണിയായ സ്ത്രീക്കുണ്ടായ
ലജ്ജയുടെ കാര്യത്തിൽ എന്ന പോലെ ദൈവം നമ്മുടെ പോരായ്മകളെയും നോക്കുന്നു. ദൈവം നമ്മെ കാണുന്നു. നിന്നെ വേദനിപ്പിക്കുന്ന സകല കാര്യങ്ങളും അവൻ കാണുന്നു. എന്നിട്ടും അവൻ നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല, അവൻ നമ്മെ നിന്ദിക്കുന്നില്ല. അവൻ നമ്മെ സ്നേഹിക്കുകയും സ്നേഹത്താൽ മൂടുകയും ചെയ്യുന്നു. നാം യേശുവിൻ്റെ അരികെ ചെല്ലുമ്പോൾ മാത്രമേ സന്തോഷവും പരിപൂർണ സംതൃപ്തിയും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യേശുവിലേക്ക് നോക്കുവാൻ നാം എപ്പോഴും ഓർക്കുക. ഇവിടെ വ്യഭിചാരിണിയായ സ്ത്രീക്കും യേശു അവളുടെ ശക്തിയായിരുന്നു. യേശു അവളുടെ വെളിച്ചമായിരുന്നു. തൻ്റെ കൈകളിൽ അവൻ അവളെ വഹിച്ചു. കാണുന്ന ദൈവമാണവൻ. ദൈവം നോക്കുമ്പോൾ കാണുന്നതിനെക്കുറിച്ച് അവൻ എന്തെങ്കിലും ചെയ്യുന്നു. റോമർ 10:11 ഇപ്രകാരം പറയുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അടുത്തതായി, നിന്റെ കൊടുങ്കാറ്റിൽ അവൻ നിന്നെ കാണുന്നു. ഈഡിത്ത് എന്നു പേരായ ഒരു സ്ത്രീ ഒരു വിമാനയാത്രയ്ക്ക് തയ്യാറാകുകയായിരുന്നു. കാലാവസ്ഥ അത്ര അനുകൂലമായിരുന്നില്ല. വളരെ കാർമേഘം നിറഞ്ഞതും ഇടിമിന്നലുമുള്ളതായ ഒരു ദിവസം. കറുത്ത മേഘാവൃതമായ ആകാശത്തിൽ നിന്ന് ചൊരിയപ്പെടുന്ന മഴ നിമിത്തം പൈലറ്റിന് റൺവേയിൽ കുറച്ചു നേരം കാത്തുകിടക്കേണ്ടി വന്നു. അവസാനം ശക്തമായ ഒരു കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ വിമാനം മുകളിലേക്ക് പൊങ്ങി. അത് ഉയർന്നപ്പോൾ ഇടിമിന്നലിൻ്റെ കരണ്ട് കൊണ്ട് പ്രവർത്തനക്ഷമമായ വിമാനത്തിൽ വെള്ളം നിറഞ്ഞ കറുത്ത നിബിഡമായ മേഘങ്ങളിലേക്ക് പ്രവേശിച്ചു. വിമാനത്തിനുള്ളിൽ അപരിചിതമായ ശബ്ദങ്ങളും കുലുക്കങ്ങളും നിമിത്തം ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. പ്രക്ഷുബ്ധമായ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വിമാനം കറുത്ത് ഇരുണ്ട മേഘങ്ങളിലൂടെ കടന്നുപോയി. പെട്ടെന്ന് ഇടിമിന്നൽ നിന്നു. കൊടുങ്കാറ്റ് ശമിച്ചു. സൂര്യൻ വെളിച്ചത്തോടെ ആകാശത്തിൽ പ്രകാശിച്ചു. കൊടുങ്കാറ്റ് മേഘങ്ങൾക്ക് ഉപരിയായി അത് മനോഹരമായ ഒരു ദിവസമായി മാറി. ഈഡിത്തിൻ്റെ വിമാനയാത്രയിലെന്ന പോലെ നമുക്ക് ചുറ്റിലും കുമിഞ്ഞു കൂടിയിരിക്കുന്ന കാർമേഘങ്ങൾ ദൈവം കാണുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രതിബന്ധങ്ങളാകുന്നു. നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ പ്രതിബന്ധങ്ങളാകുന്ന കൊടുങ്കാറ്റുകൾ നിനക്ക് നേരെ ആഞ്ഞടിച്ചേക്കാം. അനിശ്ചിതത്വം നിന്നെ ഭയപ്പെടുത്തിയേക്കാം. പെട്ടെന്ന് സകലത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നു. വിവാഹമോചനം, അസുഖം, ജോലി നഷ്ടപ്പെട്ട ക്ഷണത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായ സാഹചര്യം, ഏകാന്തത എന്ന് വേണ്ട അനേക കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്രകാരമുള്ളതായ അവസ്ഥകളൊക്കെയും ക്ഷണനേരത്തേക്ക് ഉള്ളൂ എന്ന് നാം ഓർക്കുക. മേഘങ്ങൾക്കപ്പുറം നാം വെളിച്ചം കാണും. എല്ലാം വ്യക്തമാകും. കൂടുതൽ മനോഹരമായ നിമിഷങ്ങൾ വരും. കൊടുങ്കാറ്റും കറുത്ത മേഘങ്ങളും നിന്നെ ദൈവദൃഷ്ടിയിൽ നിന്ന് മറച്ചുവെന്ന് നീ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം ഇരുട്ടിലൂടെയും നമ്മെ കാണുന്നു. നമ്മെ കാണുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ അവൻ എപ്പോഴും ശ്രദ്ധാലുവാണ്. ദാവീദ് പരിഭ്രാന്തനായ സമയങ്ങളുമുണ്ട്. അപ്പോൾ താഴേക്ക് കുനിഞ്ഞ് സഹായത്തിനായുള്ള തൻ്റെ നിലവിളി കേൾക്കണമേ എന്നവൻ ദൈവത്തോട് കേണപേക്ഷിച്ചു. സങ്കീർത്തനം 86 ഈ വാക്യങ്ങൾ നമ്മുടെയും വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. യഹോവേ, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനകളെ ശ്രദ്ധിക്കണമേ. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവൻ ആരാണ്? നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു എന്ന് സങ്കീർത്തനം 86 നാം വായിക്കുന്നു. ഇവിടെയും നാം മനസ്സിലാക്കുന്നു, ദൈവം നമ്മെ കാണുന്നു. ദൈവം നമ്മുടെ ബലമാകുന്നു. ദൈവം നമ്മുടെ വെളിച്ചമാകുന്നു. ദൈവം തൻ്റെ കൈകളിൽ നമ്മെ വഹിക്കുന്നു. അവൻ കാണുന്ന ദൈവമാണ്. ഇപ്പോൾ നീ ആയിരിക്കുന്നതെല്ലാം അവൻ കാണുന്നു. കാരണം അവൻ നിന്നെ മുഴുവനായി അറിയുന്നു. അവൻ്റെ ശക്തിയിൽ നീ ആരായിത്തീരുമെന്ന് അവൻ അറിയുന്നു. നമുക്കുള്ള വാഗ്ദാനം: ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ
തന്നെ അറിയും. 1 കൊരിന്ത്യർ 13:12. ഒരു ദിവസം യേശുവിനെ നാം മുഖാമുഖമായി കാണും. അവൻ്റെ കണ്ണുകൾ നമ്മുടെ കണ്ണുകളുമായി കൂട്ടുമുട്ടും. അവൻ നമ്മെ കാണുക മാത്രമല്ല, നമ്മെ കെട്ടിപ്പിടിക്കുകയും വിജയകിരീടം അണിയിക്കുകയും ചെയ്യും. നിത്യതയിലുടനീളം അവനോടൊപ്പം വസിക്കുവാൻ അവൻ്റെ ഭവനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. അവൻ അത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മുടെ ദൈവമാകുന്നു, നമ്മെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം. അഭ്യർത്ഥന: നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ഏകാന്തത, നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ തോൽവികൾ എല്ലാം ഈ രാവിലെ യേശുവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഒട്ടും സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് നിനക്ക് തോന്നുന്ന, നിന്നെ അലട്ടുന്ന വേദന യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയില്ലേ? നിന്നെ വിഷമിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന, കഴിവില്ലാത്തവൾ അല്ലെങ്കിൽ അയോഗ്യ എന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് കൊടുക്കുകയില്ലേ? ഒളിക്കരുത്, ഓടിപ്പോകരുത്, ലജ്ജിതയാവരുത്. നിൻ്റെ വേദനയിൽ, ആവശ്യത്തിൽ മരുഭൂമിയിൽ യേശുവിങ്കൽ വരിക. നിൻ്റെ ആവശ്യം കാണുവാനും നിൻ്റെ ഭീതികൾ ശാന്തമാക്കാനും നശിച്ചുപോയതിനെ തിരികെ തരുവാനും നിൻ്റെ വേദനയെ ശമിപ്പിക്കുവാനും എല്ലായ്പ്പോഴും യേശു ഒരുക്കമാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടുക്കൽ വരിക. സ്നേഹത്തോടെ അവൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അവൻ കരുണയോടെ നിന്നെ നോക്കുന്നു. നീ ആയിരിക്കുന്നത് പോലെയല്ല യേശു നിന്നെ കാണുന്നത്. അവനിൽ നീ ആരായി തീരുമെന്ന് അവൻ കാണുന്നു. ഇന്ന് തന്നെ യേശുവിലേക്ക് വരിക. അവങ്കിലേക്ക് വരുവാൻ നിന്നെ ക്ഷണിക്കുന്നത് കേൾക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് മത്തായിയുടെ സുവിശേഷം 14:28 നാം ഓരോരുത്തരും വായിക്കുകയും നമുക്ക് ഏറ്റവും ധൈര്യവും ആശ്വാസം തരുന്നതായി ഈ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുകയും ചെയ്യുക. നമ്മുടെ ഭാരങ്ങളുമായി, ആവശ്യഭാരം, വേദനാഭാരം, ലജ്ജാഭാരം കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് നൽകിയതായ ഈ മനോഹരമായ ദൂതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്നുവെന്നും ഞങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവെന്നും ഞങ്ങളെ അറിയുന്ന ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ പാപഭാരവുമായി കടന്നു വരുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ളതായ വേദനകളും യാതനകളും ലജ്ജാഭാരവും അപമാനവും നിന്ദയുമായിട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവെ, അവിടുന്ന് അടിയങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി തീരുകയും ചെയ്യുന്ന ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ അവിടുന്ന് ഉപേക്ഷിക്കരുതേ, ഞങ്ങളെ തള്ളിക്കളയരുതേ, ഞങ്ങളെ അവിടുന്ന് അവിടുത്തെ മാറോട് അണയ്ക്കുമാറാണമേ എന്നടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്നെ കേട്ട എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരേത് അവസ്ഥയിലായിരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല കർത്താവേ. ഇന്ന് ഞങ്ങൾ കേട്ട പ്രകാരമുള്ള ഏതെങ്കിലും ദുഃഖത്തിലോ, ഏതെങ്കിലും അടിമത്തത്തിലോ, ഏതെങ്കിലും ഭാരത്തിലോ, പട്ടിണിയിലോ, കുടുംബ ഭാരത്താലോ, സാമ്പത്തിക ഭാരത്താലോ, കടഭാരത്താലോ ഏതു തന്നെ ആയിരുന്നാലും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതാ. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അനുഭവിക്കുന്ന സകല വേദനയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ അവിടുന്ന് മഹത്വപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ മറ്റൊരു ദൈവവും ഇല്ലല്ലോ നാഥ. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആയുജൻ പുനരും രക്ഷേൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് മാറാണം. സ്വർഗീയ നല്ല ദൈവമേ, ആമേൻ.